ഭാഗമായ സുവിശേഷ ഘോഷണം എന്നതാണ്. വേഗത്തിൽ ഞാൻ വായിച്ചു നിർത്തും, അതുകൊണ്ടൊന്ന് ശ്രദ്ധയോടെ എല്ലാവരും ആയിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. യഹൂദരല്ലാത്ത മറ്റു ജാതികളെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ മനുഷ്യനായിരുന്നു അപ്പസ്തോലനായ പൗലോസ്. ബഹുസമ്പന്നനും വിദ്യാഭ്യാസത്തിൽ ഉന്നതനുമായിരുന്ന പൗലോസ് താൻ നേടിയതൊക്കെ അഴുകിപ്പോകുന്ന ചവറിനോട് ഉപമിച്ച് തനിക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളെയും ഉപേക്ഷിച്ച് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷകനായി മാറി. കൃപകളുടെ ബഹുത്വം ഉണ്ടായിരുന്ന പൗലോസ് അനേക സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പൗലോസ് തൻ്റെ സുവിശേഷീകരണത്തെപ്പറ്റി അതിധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന ഒരു വേദഭാഗം റോമാലേഖനം 15:19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളവും ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്നുള്ള വാക്യത്തിൽ അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. ഇവിടെ നമുക്ക് അനുകരിപ്പാൻ കൊള്ളാവുന്ന പൗലോസിൻ്റെ മാതൃകാപരമായ തീരുമാനങ്ങളിൽ ഒന്നാണ് മറ്റൊരുവൻ സുവിശേഷം അറിയിച്ച് സഭ സ്ഥാപിച്ചയിടത്തോ മറ്റൊരാൾ സുവിശേഷഘോഷണം നടത്തുന്നയിടത്തോ നടത്താതെ സുവിശേഷം കേൾക്കാത്ത ഇടത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുക എന്നത്. ഈ ഒരു ദൈവിക പരിജ്ഞാനം പൗലോസിൽ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോഴും ഇതേ വിഷയത്തെക്കുറിച്ച് വളരെ ആവേശത്തോടെ പറയുന്ന വാക്യങ്ങൾ 2 കൊരിന്ത്യർ 10:13 മുതൽ 16 വരെയുള്ള വാക്യത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. അതിപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും മറ്റൊരുത്തൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുകയത്രേ ചെയ്യുന്നു. പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ഒരു ശ്രേഷ്ഠത തന്നെയായിരുന്നു മറ്റൊരുത്തൻ്റെ അതിരിനകത്ത് പ്രവർത്തിക്കാതെ സുവിശേഷം അറിയാത്ത ഇടങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നത്. പൗലോസ് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ 1 കൊരിന്ത്യർ 1:12 കാണുന്നത് പോലെ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ എന്ന രീതിയിൽ വിശ്വാസികളിൽ ഇടർച്ച വരാതെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ എന്ന് പറയേണ്ടതിനായിരിക്കാം ഈ ഒരു മുൻ കാഴ്ചപ്പാടോടെ പൗലോസ് സുവിശേഷം അറിയിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഉപന്യാസം ഇവിടെ ചുരുക്കുമ്പോൾ യേശുക്രിസ്തു നമ്മോട് അരുളി ചെയ്ത ഒരു വാക്യം ഓർമ്മിപ്പിക്കട്ടെ: കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനൻ എന്നെങ്കിലും നമ്മെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നുവെങ്കിൽ അത് കർത്താവ് അയക്കുന്നിടത്ത് തന്നെയും മറ്റൊരുത്തൻ്റെ അതിനകത്തും ആകാതെ ഇരിക്കട്ടെ. ആത്മീയ പിതാക്കന്മാർ കാണിച്ചു തന്ന നല്ല മാതൃക പിൻപറ്റുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.